ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ആദരണീയനായ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട കെ മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാര്, പ്രിയപ്പെട്ട തോമസ് ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട പോൾ ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, മറ്റ് ധാരാളം അച്ഛന്മാരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ അച്ഛന്മാർക്കും എൻ്റെ വന്ദനം. ധാരാളം പ്രാവശ്യം എന്നോട് ഈ കൺവെൻഷന് വേണ്ടി സംസാരിക്കുകയും ധാരാളം പ്രാവശ്യം ഈ കൺവെൻഷന് വേണ്ടി വളരെ പ്രിപ്പറേഷൻസിനെ കുറിച്ച്, പ്രാർത്ഥനകളെ കുറിച്ച്, ഒരുക്കത്തെക്കുറിച്ച് എന്നോട് വളരെ ഒരു ബ്രദറിനെ പോലെ എന്നോട് കാര്യങ്ങൾ അറിയിച്ച ബഹുമാനമുള്ള പ്രകാശ്, പ്രിയപ്പെട്ട ഒമാൻ സെന്ററിലെ എല്ലാ അംഗങ്ങളും, പ്രത്യേകിച്ച് ഒമാൻ മാർത്തോമ ചർച്ചിന്റെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, ഒമാൻ സെന്ററിലെ പ്രിയപ്പെട്ടവർ, പല രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്നേഹിതർ, അബ ന്യൂസിലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതർ, ശ്രോതാക്കൾ, പല കോണ്ടിനെന്റിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, വീടുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവനാമത്തില് സ്നേഹ വന്ദനം. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസം വലിയ ഒരു അനുഗ്രഹത്തിന്റെ മാരി, വചനത്തിന്റെ വലിയ മാരി അച്ഛനിലൂടെ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ സഭയിൽ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ജീവിതം കൊണ്ട്, സാക്ഷ്യം കൊണ്ട്, വചനത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് ലഭിക്കാവുന്ന ഒന്നാം നിര ഒരു ആത്മീക ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പി കെ സക്കറിയ അച്ഛൻ്റെ 2 ദിവസത്തെ മെസ്സേജിന് ശേഷം എനിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടയാകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ വികാരി അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി രേഖപ്പെടുത്തട്ടെ. ഗായക സംഘം എടുത്ത ആ പാട്ടാണ് എനിക്കതിനുള്ള മറുപടി. ആ പാട്ട് കേട്ടപ്പോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇലന്തൂർ മാർത്തോമ വലിയ പള്ളിയിലെ ഒരു സാധാരണ വീട്ടിൽ വളർന്ന എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും, യേശു കർത്താവാണ്, യേശു രാജാവാണ്, യേശു രക്ഷകനാണ്, അവന് മുമ്പാകെ എൻ്റെ ജീവിതത്തെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് ഓരോ ദിവസവും പറയാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അതുകൊണ്ട് കഴുതയെ ദൈവം നടത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം. അതുകൊണ്ട് ഐ എം ഹാപ്പി, പ്രിവിലേജ്ഡ് ടു ബി എ ഡോങ്കി ഫോർ ക്രൈസ്റ്റ്. കർത്താവിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. 45 മിനിറ്റാണ് നമുക്കുള്ള സമയം. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ വചനം എടുക്കണം. ഇത് ദൈവവചനമാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ 25 നോയമ്പിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ നോമ്പ് കാലങ്ങളിൽ വചനം കൂടുതൽ പഠിക്കുന്ന സഭയാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ നോയമ്പ് കാലങ്ങളിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ 25 നോയമ്പിനായിട്ട്, യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വചനത്തിന്റെ ധ്യാനം, ഈ വചനത്തിന്റെ അനുഭവം നമ്മളെ പുതുക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഏത് പുസ്തകം വായിക്കുന്നതിനേക്കാൾ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ആഴമായ ദൈവികമായ അടിസ്ഥാനം ഉണ്ടാകുവാൻ, തത്വശാസ്ത്രപരമായ അടിസ്ഥാനം ഉണ്ടാകുവാൻ, ദർശനപരമായ അടിസ്ഥാനം ഉണ്ടാകുവാൻ പൗരസ്ത്യ സഭയിലെ അംഗങ്ങളായ നമുക്ക് ഈ വചനമാണ് ആവശ്യം. ഈ വചനം ഒരു കുദാശയാണ്. അതുകൊണ്ട് വല്യച്ഛന്മാരിൽ നിന്ന് നല്ല പാഠങ്ങൾ ലഭിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് CG അലക്സാണ്ടർ അച്ഛന്റെ പ്രസംഗം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഭാഗ്യസ്മരണീയനായ CG അലക്സാണ്ടർ അച്ഛനാണ് ഞങ്ങളെ മൽപ്പാന്മാരാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് പ്രസംഗ ശുശ്രൂഷ ഒത്തിരി ഇഷ്ടമാണ്, 22 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്, എനിക്ക് പ്രസംഗ ശുശ്രൂഷ ഒത്തിരി ഇഷ്ടമാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഓരോ പ്രാവശ്യവും ദൈവവചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. തുയാബ പ്രാർത്ഥന പട്ടക്കാരുടെ കുമ്പസാര പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ജനത്തിന്റെ കുമ്പസാരത്തിന് മുമ്പ് പട്ടക്കാർ കുമ്പസരിക്കുന്ന ഒരു ക്രമമുണ്ട് നമ്മുടെ സഭയിൽ.
അതാണ് തുയാബ പ്രാർത്ഥന. ഓരോ കുർബാനയ്ക്ക് മുമ്പ് പരിശുദ്ധ മദ്ബഹായിൽ പട്ടക്കാരനും അൽമായ ശുശ്രൂഷകരും ചേർന്ന് ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട്. അതൊരു കുംഭസാര ശുശ്രൂഷയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു തന്നു, ആ കുംഭസാര ശുശ്രൂഷ ഒന്ന് ചൊല്ലണം വചന ശുശ്രൂഷയ്ക്ക് മുമ്പ്. അപ്പോ നമുക്ക് തന്നെ ശുദ്ധീകരണം ഉണ്ടാകും. ഓരോ പ്രാവശ്യവും ഈ വചനം പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ദൈവമേ ഇതുവരെ ആകേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ എന്ന ചിന്തയാണ് എനിക്കുള്ളത്. എൻ്റെ സ്നേഹിതരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളുമായ ധാരാളം പേര് ഇന്നത്തെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ദൈവമായ കർത്താവേ, പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും പല സമയങ്ങളിൽ നിന്നും ഒമാൻ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു ധ്യാനം തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികാലം അനുഗ്രഹത്തിന്റെ, തേജസ്സിന്റെ, കൃപയുടെ, ആത്മാവിന്റെ വചനം ഘോഷിച്ച അവിടുത്തെ ആത്മീയ ഭൃത്യനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നിന്റെ വചനവുമായി ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഓരോ ഭവനങ്ങളോടും ഓരോ വീടുകളോടും ഓരോ വ്യക്തികളോടും നീ സംസാരിക്കണമേ. ഞങ്ങൾ നിന്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകണമേ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷിതാവും, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവവും ആകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന്റെ തിരുജനനം ആഘോഷിക്കുന്ന, പരിശുദ്ധ കന്യകമറിയാമിൽ അവിടുന്ന് ജഡം ധരിച്ചതിനെ ആഘോഷിക്കുന്ന ഈ നോമ്പ് കാലങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരുങ്ങുവാൻ തന്ന സമയത്തിനായിട്ട് സ്തോത്രം. നിന്റെ മഹാദയ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് വാഴ്ത്തണം. നിന്റെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ വാഴ്വ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കർത്താവിന്റെ തേജസ് ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം കയ്യിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എല്ലാ സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജാംബോർഡ് പഠിക്കുന്നു, ഗൂഗിൾ ടോക്ക് പഠിക്കുന്നു, ഇങ്ങനെയെല്ലാം പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ വേദപുസ്തകത്തിന്റെ കാര്യം വരുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഈ പുസ്തകം തന്നെ കയ്യിൽ വേണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടാവാം. കാരണം ഇത് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വിരല് അതേ തൊട്ട് വായിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കട്ടെ. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ദൈവവചനത്തിലുള്ള ആത്മാവിന്റെ അംശം നമ്മളിൽ ഉണ്ട്. നാം വചനം പ്രാർത്ഥനാപൂർവ്വ ഒരുക്കത്തോടെ കേൾക്കുമ്പോൾ വചനത്തിന്റെയും നമ്മളുടെയും ഇടയ്ക്കൊരു ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ഈ 3 ആത്മാവിന്റെ തലങ്ങളും കൂടെ സംസാരിക്കുമ്പോൾ വചനം ജഡമായി തീരും. The word of God becomes flesh when the Holy Spirit in the Bible, Holy Spirit in us, Holy Spirit brooding over us, interact, harmonize. അതുകൊണ്ട് ദൈവവചനത്തിലുള്ള ആത്മാവും നമ്മളിൽ ഉള്ള ആത്മാവും പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ആത്മാവും തമ്മിലുള്ള ഒരു സംവാദത്തിൽ, ഒരു സമന്വയത്തിൽ, ഒരു ചർച്ചയിൽ അത്ഭുതങ്ങൾ നടക്കും. വചനം പറയുന്ന ബലഹീനനായ എനിക്ക് തന്നെ പ്രസംഗിക്കുവാൻ സാധിക്കത്തില്ല. ഈ രാത്രികാലം നിങ്ങൾ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് വചനം സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന, പ്രിസൺ ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. എന്നാൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ലേഖനത്തിൽ ആണ് സന്തോഷിക്കുക എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അഥവാ when Paul was in prison, Paul wrote mostly about happiness in Christ.
അഥവാ സാഹചര്യങ്ങൾ അല്ല ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സന്തോഷം നൽകുന്നത്. സാഹചര്യത്തെ സുവിശേഷത്തിലൂടെ സമീപിക്കുമ്പോൾ അതിരറ്റതായ സന്തോഷം നമുക്ക് ദൈവം തരും. ഞാൻ ആവർത്തിക്കട്ടെ, സാഹചര്യങ്ങളെ സുവിശേഷത്തിലൂടെ സമീപിക്കുമ്പോൾ അതിരറ്റതായ സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് നൽകും. ദയവ് ചെയ്ത് സാഹചര്യം മാറ്റാൻ വേണ്ടി, സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരക്കം പാഞ്ഞു പോകുന്ന വഴിക്ക് സുവിശേഷത്തിന്റെ ശക്തി അനുഭവിക്കാതെ, സുവിശേഷത്തെ ചേർത്ത് പിടിക്കാതെ ആയിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ഫിലിപ്പ്യ ലേഖനം എന്ന് പറയുന്നത് കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സർക്കംസ്റ്റാൻസസിനെതിരെ സഞ്ചരിക്കുകയാണ്. ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി പറയുമായിരുന്നു, തിരുമേനി ഇങ്ങനെ പറയുമായിരുന്നു, നെവർ ബി ദ ക്രീച്ചേഴ്സ് ഓഫ് ദി സർക്കംസ്റ്റാൻസസ് ബട്ട് ക്രിയേറ്റേഴ്സ് ഓഫ് ദി സർക്കംസ്റ്റാൻസസ്. നിങ്ങൾ സാഹചര്യത്താൽ സൃഷ്ടിക്കപ്പെടുന്നവരാവുകയല്ല, സാഹചര്യത്തെ സൃഷ്ടിക്കുന്നവരാകണം. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുമ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം സന്തോഷിക്കുക എന്നാണ്, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ സന്തോഷങ്ങളുടെ മധ്യത്തിലാണ് ഈ വാക്യങ്ങൾ ഇരിക്കുന്നത്. 3 സെക്ഷനായി നമ്മൾ ഇതിനെ തിരിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 11 വരെയും, 12 മുതൽ 16 വരെയും, 17 മുതൽ 21 വരെയും 3 സെക്ഷനായിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 3 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ, 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ, 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ. 3 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ ശൗൽ ആയിരിക്കുന്ന, ശൗലിൽ നിന്നും പൗലോസിലേക്കുള്ള സഞ്ചാരത്തെയാണ് കാണിക്കുന്നത്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലേക്ക് ചേർന്ന ഒരാളുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്താണ് വിശുദ്ധ ജീവിതം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ എർത്ത്ലി ലിവിങ്ങിനെ കുറിച്ചാണ് 3 മുതൽ 11 വരെ. എക്ലീഷ്യൽ അഥവാ സഭയിലുള്ള ജീവിതത്തെ കുറിച്ചാണ് 12 മുതൽ 16 വരെ. ഹെവൻലി ലിവിങ്ങിനെ കുറിച്ചാണ് 17 മുതൽ 21 വരെ. ഒരുപക്ഷെ ഇത് വളരെ ആത്മകഥാപരമാണ്. പൗലോസ്ലീഹായുടെ പല ലേഖനങ്ങളും ആത്മകഥാപരമാണ്, അനുഭവമാണ് പറയുന്നത്, തൻ്റെ ജീവിതത്തിലെ അനുഭവം. ഈ ഒരു 3ന്റെ പാറ്റേൺ വേദപുസ്തകത്തിൽ പലയിടത്തും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മോശയുടെ ജീവിതം 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ, 40 വർഷം ദൈവജനത്തോടെ. ഇങ്ങനെ ഒരു പാറ്റേൺ പലപ്പോഴും ഉണ്ട്. യാക്കോബിന്റെ ജീവിതവും ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു 3 സെറ്റായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ്. 3 സെറ്റായി ഫിലിപ്പി ലേഖനത്തിന്റെ 3-ാം അധ്യായത്തെ തിരിച്ചിരിക്കുന്നു. പഠനത്തിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ അതിനെ ഒന്ന് ധ്യാനിക്കാം. എന്താണ് 1-ാമത്തെ സെക്ഷൻ പറയുന്നത്? 1-ാമത്തെ സെക്ഷൻ പറയുന്നു, there is an aversion to the achievements. ക്രിസ്തുവിലുള്ള ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ക്രിസ്തുവിലൊരു മനുഷ്യനായാൽ എങ്ങനെയായിരിക്കും, ക്രിസ്തുവിലുള്ള സന്തോഷത്തിനു വേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ the fundamentals for the happiness in Christ. യേശുക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്ന, യേശുക്രിസ്തുവിന് മാത്രം തരാൻ സാധിക്കുന്ന ഒരു സന്തോഷത്തെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്? അതിന് 3 കാര്യങ്ങളാണ് ഈ ഭാഗം ഞാൻ കാണുന്നത്. ഒന്ന്, there is an aversion to the achievements. നേട്ടങ്ങളോടുള്ള ഒരു നിരാസം. 2, there is an aspiration for the spiritual. ആത്മീയമായതിനോടുള്ളൊരു വാഞ്ച. 3, there is an awaiting for the glory. ദൈവമഹത്തിനായിട്ടുള്ള കാത്തിരിപ്പ്. 3 കാര്യങ്ങളാണ്. 3 സെക്ഷനും ഈ 3 തീമിലാണ് പോകുന്നത്. 1, there is an aversion to the achievements. 2, there is an aspiration for the spiritual. 3, there is an awaiting for the glory. 1, there is an aversion to the achievements. നമുക്കിതൊന്ന് പഠിക്കാം. നോക്കുക, 3-ാം അധ്യായം 3ന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഒരാൾക്ക് മൈക്രോഫോൺ ഒന്ന് ഓൺ ആക്കിയിട്ട് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് മൈക്രോഫോൺ ഓഫ് ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3ന്റെ 3 മുതൽ 6 വരെ, 6ഉം കൂടെ ചേർത്ത് വായിക്കണം, 7 വായിക്കണ്ട.
ഒരാൾക്ക് വായിക്കാം. നാമല്ലോ പരിശോധനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷെ എനിക്കോ ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ആദിത്യൻ. എങ്കിലും എനിക്കു ലാഭമായിരിക്കുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. താങ്ക് യു. ഈ 3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ. കുടുംബപരമായി നല്ല വീട്ടിൽ ജനിച്ച ആളാണ്, നല്ല അപ്പനും അമ്മയും ശ്രദ്ധയോടെ വളർത്തി. അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് കൊണ്ട് മാമോദീസ മുക്കിയത്. പണ്ടത്തെ കാലത്തെ മാമോദീസയാണ് പരിച്ഛേദന. നല്ല പാരമ്പര്യമുള്ള വീട്ടിൽ ജനിച്ച ആൾ. നല്ല പാരമ്പര്യം ഒക്കെ ദൈവകൃപയാണ്. നല്ല പേരൻസിനെ ലഭിക്കുന്നതൊക്കെ ദൈവകൃപയാണ്. പ്രാർത്ഥിക്കുന്ന തലമുറ ഉണ്ടാവുന്നത് ദൈവകൃപയാണ്. പ്രാർത്ഥിക്കുന്ന പേരൻസിന്റെ അടുത്ത് പറക്കാൻ പറ്റുന്നതും ദൈവകൃപയാണ്. എന്ന് മാത്രമല്ല, കഠിനാധ്വാനം, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം ന്യായപ്രമാണം ശരിക്ക് പഠിച്ചിട്ടുണ്ട്, എഫേർട്ട് എടുക്കും, കാണാതെ പഠിക്കും, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യും, വളരെ ക്വാളിഫൈഡ് ആണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറി. അപ്പോ ഗമാലിയേലിന്റെ അടുത്തിരുന്നാ പഠിച്ചത്. ഏറ്റവും നല്ല സ്കൂളിലൊക്കെ പോയി, ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്, നല്ല വീട്ടിൽ പിറന്നതാണ്. സോ നമ്മൾ കല്യാണമൊക്കെ ആലോചിക്കുവാണെങ്കിൽ എല്ലാം കൊണ്ട് ഒത്ത ചെറുക്കനാണ് നമ്മൾ പറയും. നല്ല വീട്ടിലെയാണ്, നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. സോ ഹീ ഈസ് എ ബെസ്റ്റ് ഇൻ ബെസ്റ്റ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത തലമുറയും അങ്ങനെ ആവണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആവണം, നമ്മുടെ തലമുറയൊക്കെ അങ്ങനെ ആവണം. എല്ലാവരും നല്ല കോളേജുകളിലും നല്ല സ്ഥലങ്ങളിലും ഒക്കെ പോയി പഠിക്കണം. എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് വ്യത്യാസം? വാക്യം 7, 8, 9, 10, 11 നമ്മൾ കാണാതെ പഠിക്കണം. യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ there is a difference. നേട്ടങ്ങളോട് മനുഷ്യൻ എങ്ങനെ സമീപിക്കണം? എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളൊക്കെ തന്നെ യേശുവിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, യേശുവിലോട്ട് ഞാൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാറ്റം വന്നു. അതൊക്കെ ഛേദമെന്ന് ഞാൻ എണ്ണുന്നു. So there is an aversion, there is a rejection, there is a devaluing. യേശുവിനെ അറിയുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ യേശുവിനെ അല്ല നാം ആരാധിക്കുന്നത്, നേട്ടങ്ങളെയാണ് ആരാധിക്കുന്നത്. ക്ഷമിക്കണം, യേശുവിനെ അറിയുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടാൻ തീർച്ചയായിട്ടും അതൊക്കെ യേശു തരും. പക്ഷെ അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവത്തെ മനസ്സിലാക്കണം. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. കഴിഞ്ഞ തലമുറയിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിച്ചപ്പോൾ അവരൊന്നും രാജ്യം വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ല, അവരൊന്നും കോഴ്സ് വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ല, അവരൊന്നും കാറിന്റെ പേര് വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. അവർ ഒരു കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ: ദൈവമേ, എൻ്റെ തലമുറ ദൈവത്തെ അറിയുന്നവരായി തീരണമെന്ന്. ഒരുപക്ഷെ നേട്ടങ്ങളോടുള്ളൊരു നിരാസം എന്ന് പറയുന്നത്, നേട്ടങ്ങളുടെ അപ്പുറത്തേക്ക് എല്ലാം ഛേദമെന്ന് എണ്ണുന്നവന് മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുന്നത്? എല്ലാം ഛേദമെന്ന് എണ്ണുന്നവന് സന്തോഷിക്കാൻ സാധിക്കും. എന്നിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ ഇരിക്കണമെന്നും അവന്റെ മരണത്തോടും അവന്റെ പുനരുദ്ധാനത്തോടും കഷ്ടാനുഭവത്തോടും കൂട്ടായ്മ അനുഭവിച്ച് പുനരുദ്ധാനം പ്രാപിക്കണം. പുനരുദ്ധാനം പ്രാപിക്കാൻ, യേശുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കുകാരനാവാൻ എനിക്ക് എബ്രായേൽ ഗോത്രമാണ്, ഇസ്രായേൽ വംശമാണ്, ഇന്ന കോളേജിൽ പഠിച്ച ഒരാളാണ്, ഇതെല്ലാം നെഗേറ്റ് ചെയ്യണം. ഞാൻ ഡൽഹിയിൽ 5 വർഷം ശുശ്രൂഷ ചെയ്തു. അപ്പൊ അവിടുത്തെ പിള്ളേരൊക്കെ ജോലിക്കാരൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ അവർ തമ്മിൽ പറയും, സ്റ്റിഫാനിയൻ, കൊളംബിയൻ.
ഇങ്ങനെ പറയാറുണ്ട്, ഇവിടുത്തെ ഏത് സ്കൂളിലാണ് പഠിച്ചത് വലിയൊരു കാര്യം. നമ്മുടെ നാട്ടിലും നമ്മുടെ ഓരോ രാജ്യങ്ങളിലും നമ്മൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന കൗണ്ടിയിലാണ്, ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതൊക്കെ നമ്മളെ അങ്ങ് പിടിച്ചേക്കുക. പണ്ടേ പള്ളിയിൽ ഉണ്ടായിരുന്നവർ, ഇപ്പൊ പള്ളിയിൽ വന്നവർ, ക്ഷമിക്കണം, ഇതൊക്കെ എന്ത് കാര്യം, എന്ത് കാര്യം. നേട്ടങ്ങളെക്കാൾ ക്രിസ്തുവിനെയാണ് സ്നേഹിക്കേണ്ടത്. ഒരു പക്ഷേ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തന്നെ അവിടെയാണ്. നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സഭാ ചരിത്രം പഠിക്കുമ്പോൾ സെയിന്റ് ആന്റണി എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ടായി. അദ്ദേഹം ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ട്. കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഡെസേർട്ട് ഫാദേഴ്സിന്റെ ഏറ്റവും വലിയ ആളാണ്. അദ്ദേഹത്തിന് 250 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 250 ഏക്കർ സ്ഥലം അദ്ദേഹം ഗിഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അങ്ങ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാണ് അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിരാസം ആണ്. നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. നേട്ടങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, നേട്ടങ്ങളൊക്കെ വേണമായിരിക്കും. പക്ഷെ നേട്ടങ്ങൾ ആയിരിക്കരുത് പ്രാർത്ഥനയുടെ ഫോക്കസ്. നേട്ടങ്ങൾക്ക് അപ്പുറത്ത് യേശു ദൈവമാണ്. യേശുവിലുള്ള പുനരുദ്ധാനം എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം. അവന്റെ ക്രൂശ് മരണവും അവന്റെ കഷ്ടാനുഭവത്തിലും പങ്കാളിയായി ആ യേശു എൻ്റെ ജീവിതത്തിന്റെ സർവ്വതുമായി മാറണം. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം. നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നതാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം. അവേർഷൻ to the achievements. 2, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ സന്തോഷത്തിന്റെ ഈ സമകാലീന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിലെ സന്തോഷം, അതാണ് എൻ്റെ ഉപവിഷയം. അതിന് 2ാമത്തെ കാര്യം. ഒന്നാമത് നമ്മൾ കണ്ടത് there is an aversion to the achievements. നേട്ടങ്ങൾ, എനിക്ക് ചില നേട്ടങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കരുതാനായിട്ട് സാധിക്കുക. 2, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരാൾക്ക് വായിക്കും. 12 മുതൽ 16 വരെ. 12 to 16 മലയാളമോ ഇംഗ്ലീഷിലോ കുഞ്ഞുങ്ങൾ വായിച്ചാലും മതി. ഇറ്റ് വിൽ ബി നൈസ് ഇഫ് ദ യങ്സ്റ്റേഴ്സ് ക്യാൻ ഓൾസോ റീഡ്. തികഞ്ഞവനായി എന്നല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവത്തെയും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. താങ്ക് യു. ദൈവത്തിന് സ്തുതി. 2ാമതായി പറയാനുള്ളത് there is an aspiration to the spiritual. Already not yet. നോക്കുക, ഇവിടെ പറഞ്ഞു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. വാട്ട് ഈസ് ദ സെൽഫ് ടോക്ക്? നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? സാംകോശി എന്ന് പറയുന്ന ഞാൻ സാംകോശിയെ കുറിച്ച് എന്ത് പറയുന്നു? കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മോട് തന്നെ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനമാണ്. ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകണമെങ്കിൽ, ജീവിതം തേജസ്സുള്ളതാകണമെങ്കിൽ, ജീവിതം മെച്ചപ്പെട്ടതാകണമെങ്കിൽ നാം നമ്മോട് തന്നെയുള്ള സംസാരത്തെ ഒന്ന് തിരിക്കണം. നമ്മോട് തന്നെയുള്ള കോൺവെർസേഷനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡയറക്ഷൻ ഓഫ് ദ ടോക്ക് ടു വൺ സെൽഫ്. നമുക്ക് നമ്മോടൊരു സംസാരമുണ്ട്. ആ സംസാരത്തിലാണ് പൗലോസ് പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. ആരാണിത് പറയുന്നത്? 3 മിഷണറി യാത്ര നടത്തിയാൽ. നിങ്ങൾ എല്ലാവരും കെ ജോർജിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. ഇല്ലാത്തവരെല്ലാം തീർച്ചയായിട്ടും വായിക്കണം. നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. 3 മിഷണറി യാത്രകൾ, 22-ൽ സ്ഥലത്ത് സഭ സ്ഥാപിച്ച, അണലി കടിച്ചപ്പോ കൊടഞ്ഞു കളഞ്ഞയാൾ. നമ്മളിപ്പോ അണലിയൊക്കെ വന്നാൽ നമ്മൾ വാവാ സുരേഷിനെ നേരിട്ട് വിളിച്ചു വരുത്തിയ ഇപ്പൊ രക്ഷപ്പെടുന്നു. ഇതല്ല, അണലി കടിച്ചിട്ട് കൊടഞ്ഞു കളഞ്ഞയാൾ. ഈ ആള് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല.
മറിച്ച് എനിക്കൊന്നറിയാം, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ശ്രദ്ധിച്ചു വായിക്കണേ, 12-ാം വാക്യം ശ്രദ്ധിച്ചു വായിക്കണേ, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ? അപ്പൊ ഇവിടെ ഒരു ഡബിൾ സൈഡഡ് കോൺവെർസേഷൻ ആണ്. ഒന്ന് നോക്കണേ. There is one reality that I am caught by Christ. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനാൽ കരുതപ്പെട്ടിരിക്കുന്നു. ഏത് വീട്ടിലാണെങ്കിലും, ഏത് ജോലിയിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, മേ ബി അഷ്വേർഡ് ദാറ്റ് I am in the hand of God. I am in the hug of God. I am in the covering of God. I am enveloped by God. I am encamped by God. ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ യേശുവിനാൽ കരുതപ്പെട്ടിരിക്കുന്നു, ഞാൻ യേശുവിന് വേണ്ടപ്പെട്ടയാളാണ്. ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ്. ഇതെനിക്ക് അറിയാം. എന്നാൽ ദർ ഇസ് എ റിയാലിറ്റി, ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. അതിന് അതർ സൈഡ് പറയുന്നു, എനിക്കും അത് പിടിക്കാമോ? ബട്ട് ഐ ആം നോട്ട് ലവിങ് ക്രൈസ്റ്റ് ആസ് ക്രൈസ്റ്റ് ലവ്സ് മീ. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് പോലെ, ക്രിസ്തു എന്നെ കരുതുന്നത് പോലെ. അതുകൊണ്ടാണ് ആദ്യത്തെ പാട്ട് നമ്മളെ കണ്ണടിക്കുന്നത്, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ പാടും ഞാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് there is every day an aspiration to the spiritual. ഓരോ ദിവസവും a better version in Christ. ഓരോ ദിവസവും ഒരു പുതിയ ക്രിസ്ത്യാനിയാണ്. സത്യത്തിൽ നമ്മൾ എല്ലാവരും പുതു ക്രിസ്ത്യാനികളാണ്. വേണ്ടാത്ത ചില പ്രയോഗങ്ങൾ, വേണ്ടാത്ത ചില ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ everybody is a new being in Christ every day. സാം കോശി എന്ന് പറയുന്ന ഞാൻ ഓരോ ദിവസവും, എൻ്റെ ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നീ എന്നെ കരുതുന്നത് പോലെ ഞാൻ നിന്നെ കരുതിയിട്ടില്ല, ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കും, നീ എന്നെ പിടിച്ചിട്ടുണ്ട്, നീ എന്നെ കരുതുന്നുണ്ട്, നീ എന്നെ കരുതുന്നത് പോലെ ഞാൻ നിന്നെ ഇതുവരെ കരുതിയിട്ടില്ല, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. മനോഹരമാണ്, അതിമനോഹരമാണ് ഈ ചിന്ത. ഇവിടെ പറയുന്നു, that the self talk is in a new direction, that every day I am fighting with me. ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ശുശ്രൂഷകനാണ് ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത. തിരുമേനിയുടെ മോർണിംഗ് ഡിവോഷൻ വളരെ പ്രധാനമാണ്. തിരുമേനിയുടെ മോർണിംഗ് ഡിവോഷനെ കുറിച്ച് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എവറി ഡേ മൈ ടൈം വിത്ത് ദ ലോർഡ് മേക്ക് മീ എ ബെറ്റർ ക്രിസ്ത്യൻ. ഞാനൊരു ചോദ്യം നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കാം. എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും വൈകിട്ട് കർത്താവെ ലഭിച്ചു കഴിഞ്ഞു ഞാൻ നിരൂപിക്കുന്നില്ല, തികഞ്ഞവനായി എന്ന് ഞാൻ പറയുന്നില്ല. ദൈവമേ, യേശുവേ, എന്നെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനാക്കണേ, ഒരു മെച്ചപ്പെട്ട ശുശ്രൂഷകനാക്കണേ, ഒരു മെച്ചപ്പെട്ട ഭാര്യയാക്കണമേ, മെച്ചപ്പെട്ട ഭർത്താവാക്കണമേ, മെച്ചപ്പെട്ട പൈതലാക്കണമേ. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ, ഇങ്ങനെ നാം ചിന്തിക്കുമെങ്കിൽ കൂടുതൽ സന്തോഷം നമുക്ക് ലഭിക്കും. ഇല്ല, നമുക്കില്ലെങ്കിൽ നമ്മൾ അങ്ങ് മെച്ചപ്പെട്ടവരാണ്, നിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് തക്കവണ്ണം ഒരു അംഗീകാരം ലഭിക്കുന്നില്ല, എനിക്ക് പണ്ടത്തെ ആൾക്കാരൊക്കെ അംഗീകാരം തരുമായിരുന്നു, ഇങ്ങനെ നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. There are some people always attention nagging, ഇങ്ങനെ എപ്പോഴും അവരിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. But if you are busy with working with yourself, you don't have time. ഗോസിപ്പ് പറയാനോ envy പറയാനോ സമയമില്ല. കാരണം you are sure that you are loved by Christ. You are loved by God. എനിക്ക് നവജീവോദയത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് സാമുവൽ സാറിന്റെ പ്രസംഗം ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം എപ്പോഴും പറയും, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങള്, സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഗിഫ്റ്റ് കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, God loves me so much. നമ്മൾ ഓരോരുത്തരുടെയും വേദനകളുടെ അനുഭവത്തിൽ, പ്രതിസന്ധികളുടെ അനുഭവത്തിൽ നമുക്ക് പറയാം, ദൈവം എന്നെ പിടിച്ചിരിക്കുകയാണ്, ദൈവം എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും. എന്നാൽ ഇതുവരെ ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല. വളരെ അടുത്ത ചില എഴുത്തുകാരെ എനിക്ക് പരിചയമുണ്ട്, നോവലിസ്റ്റുകളെയൊക്കെ അറിയും. അവരെപ്പോഴും പറയും, the best novel is not yet written. The best novel is not yet written. The best version of you is not yet come. The best version of me is not yet come. ദൈവമേ, നീ എന്നെ പിടിച്ചിരിക്കുകയാണല്ലോ, നീ എന്നെ പൊതിഞ്ഞിരിക്കുകയാണല്ലോ, നിന്റെ ചൈതന്യത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് പിടിക്കപ്പെടാൻ ഓരോ ദിവസവും എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമാണെങ്കിൽ രണ്ടാമതായി വേണ്ടത്, there is an aspiration for the spiritual. നമ്മുടെ വീട് ഓരോ ദിവസവും മാറ്റാൻ ഒരു ആഗ്രഹം വേണം. ചൈനീസ്
കമ്മ്യൂണിറ്റിയെ നമ്മളിപ്പോൾ പഠിക്കുന്ന കാലമാണ് പല അർത്ഥങ്ങളിൽ. പക്ഷെ ഒരു കാര്യം എനിക്ക് അവരിൽ അതിശയം തോന്നി. 6 മാസം കൂടുമ്പോൾ അവർ വീട്ടിലെ ഉള്ള ഫർണിച്ചറൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മുറി ഒന്ന് ഫ്രഷ് ആക്കും. ഉള്ള ഫർണിച്ചറൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മുറി ഒന്ന് ഫ്രഷ് ആക്കും. ദ സെയിം സ്പേസ് ഇൻ ബെറ്റർ റീസണിങ്, ഇൻ ബെറ്റർ ലോജിക്, ഇൻ ബെറ്റർ അറേഞ്ച്മെന്റ് ചേഞ്ചസ് ദി മെത്തഡ്, ചേഞ്ചസ് ദി ആംബിയൻസ്. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു. ദിസ് എ ഫസ്റ്റ് റിയാലിറ്റി. ദ സെക്കൻഡ് റിയാലിറ്റി, ഞാൻ അതുപോലെ ഇതുവരെ ആയിട്ടില്ല. ഓരോ പ്രാവശ്യവും പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. കർത്താവേ, നിന്റെ ജനം ഒരുക്കത്തോടെ, വളരെ താല്പര്യത്തോടെ, വളരെ പ്രതീക്ഷയോടെ പറയുന്നു, അടുത്ത് ചെന്ന് നീ സംസാരിക്കണം, അടുത്ത് ചെന്ന് നീ സംസാരിക്കണം. ഓരോ പ്രാവശ്യവും ഈ വചനം അറിയത്തില്ലെന്നാണ് ഓരോ പ്രാവശ്യവും പഠിക്കുമ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യേശുവിലുള്ള സന്തോഷ ജീവിതം വേണമെങ്കിൽ ഈ പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഇനി എന്നും പറഞ്ഞിട്ട് കോവിഡ് 10 തരമുണ്ട്. അത് ന്യൂ നോർമൽ ആണോ, അബ്നോർമൽ ആണോ, സബ്നോർമൽ ആണോ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഐ ബിലീവ് ഇൻ ദ ബൈബിൾ ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഇഫ് യു ആർ ടേക്കൺ ബൈ ജീസസ് ക്രൈസ്റ്റ്, ഇഫ് യു ആർ എൻവെലപ്ഡ് ബൈ ക്രൈസ്റ്റ്, ഐ ആം ഷുവർ you will have given a peace and happiness which is beyond the intellectual happiness, which is beyond the material happiness, which is a mystical happiness. അതുകൊണ്ട് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ദൈവ സന്നിധിയിൽ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനെ പിടിക്കാമോ എന്നുള്ളൊരാഗ്രഹം, യേശുവിനെ കരുതുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, ഇന്നലത്തേക്കാൾ ഇന്ന് ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, തികഞ്ഞവനായി എന്നല്ല, പുതിയൊരു വേർഷൻ എനിക്ക് വേണം എന്നുള്ള ഒരാഗ്രഹം. മൂന്നാമതായി 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ സന്തോഷത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ഘട്ടം നമ്മൾ പറയാൻ പോവാണ്. തേർഡ് ആസ്പെക്ട് ഫോർ ദി ഹാപ്പിനെസ് ഇൻ ക്രൈസ്റ്റ്. മൂന്നാമത്തെ ഭാഗം 17 മുതൽ 21 വരെ ഒരാൾക്ക് വായിക്കും. Verse 17. Join with others in the following my example, brothers, and take note of those who live according to the pattern we gave you. For as I have often told you before, and now say again, even with tears, many live as enemies of the cross of Christ. Their destiny is destruction, their God is their stomach, and their glory is in their shame. Their mind is on earthly things, but our citizenship is in heaven, and we eagerly await a Savior from there, the Lord Jesus Christ, who by power that enables him to bring everything under his control will transform our lowly bodies so that they will be like his glorious body. Thank you. Praise the Lord. രണ്ട് തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണാതെ പഠിക്കുന്നത് 20-21 വാക്യങ്ങളാണ്. 20 and 21 verses we normally do by hearting. Please, I request do that again. ദയവ് ഇത് എഴുതി പഠിക്കുന്ന നല്ലതാണ്. ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യമാണ്. എൻ്റെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ ശക്തിയുള്ള വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. So our citizenship is in heaven, from where Jesus comes, and from his eternal power, he will make our lowly body into the glorious body. കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തോട് കൂടെ ഇരിക്കുന്നവൻ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അല്ലെ? പിതാവാം ദൈവത്തോട് കൂടെ ഇരിക്കുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു, കന്യകമറിയാമിന്റെ ഉദരത്തിൽ വസിച്ചു. അങ്ങനെ പരിശുദ്ധ കന്യകമറിയാമിന്റെ ഉദരത്തിൽ വസിച്ചതിനാൽ അങ്ങനെ മനുഷ്യത്വത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. അവൻ കുരിശിങ്കലായി തീർന്നു, കുരിശിൽ പതിച്ചു, കുരിശിൽ മരണപ്പെട്ടു, ഖബറടക്കപ്പെട്ടു, പാതാളവാസികളോട് സുവിശേഷം പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറി. ഇതാണ് ഓരോ കുർബാനയും. അപ്പൊ ഓരോ കുർബാനയിലും ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നതിനാൽ ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കണം, ഇതാണ് 20-21 വാക്യങ്ങൾ. 20-21 നമ്മുടെ ഈ സമകാലീന അവസ്ഥയെക്കുറിച്ചുള്ള സുവിശേഷമാണല്ലോ നമ്മുടെ ലാർജ് തീം. എന്താണ് സുവിശേഷം? സുവിശേഷം is to know that where our citizenship is. എന്നാൽ അതിനു മുമ്പ് ഈ 19 വാക്യം ഒന്ന് വായിക്കണം. രണ്ട് തരത്തിൽ ജീവിക്കാം.
There are two ways of living. I'm so happy that youngsters also do participate in the worship today. So verse 19, അവിടെ പറയുന്നു, it's very interesting to read. Verse 19, one type of living ആണ്. Their end is destruction. Their God is their belly. Their glory in their shame, with minds set on earthly things. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നാശത്തിലേക്കുള്ള, സമാധാനം കിട്ടാതിരിക്കാനുള്ള, നാശത്തിലേക്കുള്ള സമാധാനം കിട്ടാതിരിക്കാനുള്ള വഴി എന്താണ്, ഏത് ട്രാക്ക് ആണെന്ന് പറയുന്നുണ്ട്. Their end is destruction. Their God is their belly. Their glory is then their shame, with minds set on earthly things. They are only concerned about earthly things, and they are focused only on the desires, and they will naturally go to destruction. പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കിത് സത്യമാണെന്ന് തോന്നാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ കാണാൻ ദൈവം ഭാഗ്യം തന്നു. ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും പാരീസിലും ഒക്കെ പോകുമ്പോൾ ഇത് തോന്നാറുണ്ട്. ഇഫ് മൈ ഡിസയർ ഈസ് ഓൺലി ഓൺ എർത്തിലി തിങ്സ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സംസാരത്തിൽ ഈ എർത്തിലി തിങ്സ് മാത്രമേ ഉള്ളെങ്കിൽ എന്തിനാണ് വർഷത്തിൽ 5 നോയമ്പ് കാലം പറയുകയാണ്. നിങ്ങൾ 365 ദിവസവും പലതിൽ പോകുമെങ്കിലും 105 ദിവസമേലും ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി ഈ വചനത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്കും സ്വർഗീയമായതിലേക്കും ഒന്ന് തിരിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ സന്തോഷം. 2 തരം സന്തോഷമുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ അമ്മ ഒരു പിസ്സ ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നമുക്ക് അറബി നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തന്നു, ഫലാഫൽ പോലൊരു സാധനം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ മക്ഡൊണാൾഡ് ഒന്ന് പോയി, അല്ലെങ്കിൽ അപ്പായ്ക്ക് ഇപ്പം യൂട്യൂബ് ഒക്കെ നോക്കി, അപ്പമാരും എന്തായാലും ഫോർച്ചുനേറ്റ്ലി കുക്കിംഗ് പഠിക്കുന്നുണ്ട്, നല്ലൊരു അപ്പായുടെ വകയായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി തന്നു, മിയാസ് കിച്ചണോ വല്ലതും നോക്കി ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. യു ഹാപ്പി. പക്ഷെ ഹാപ്പിനെസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ഉച്ചയ്ക്കാ കഴിച്ച, 1 മണിക്കാ കഴിച്ചെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ എന്തുവായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത്? ഇതങ്ങ് പോകും. ഇതിന് ടെമ്പററി. എന്നാൽ there are certain happiness, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറഞ്ഞൊരു നല്ല വാക്ക്, മോനെ നിന്നെ കുറിച്ചൊരു ദൈവോപദേശമുണ്ട്, ഇതങ്ങ് നിൽക്കും. അതിനൊട്ടും ഇമ്മീഡിയറ്റ് അല്ല, പെർമനന്റ് ആണ്. ദിവസം കഴിയും തോറും അതിന്റെ 1000 മടങ്ങാണ് ക്രിസ്തുവിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്. There are 2 ways of living. Verse 19 പഠിച്ചിട്ട് മാത്രമേ 20-21 പഠിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ എന്തുവാ പഠിച്ച് നമുക്കറിയാതായി പോകും. ലെറ്റ് മീ റിപ്പീറ്റ്. വേഴ്സ് 19 പഠിക്കണം. earthly things മാത്രമാണ് കൺസേൺ, വയറു മാത്രമാണ് കൺസേൺ. നോയമ്പ് നോക്കാതിരിക്കാൻ വലിയ ന്യായമൊക്കെ പറയുന്നവരുണ്ട്. നോയമ്പ് നോക്കി എന്ന കാര്യം, നോയമ്പ് നോക്കുന്നുണ്ട് ഗുണമുണ്ടോ, നോയമ്പ് നോക്കിയില്ലേ കുഴപ്പമുണ്ടോ? ബട്ട് ഐ പേഴ്സണലി തിങ്ക് ലെറ്റ് us try. എന്റെ വിഷയം നോയമ്പല്ല ഇപ്പോഴത്തേത്, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ സാന്ദർഭികമായിട്ട്. ഭൗതിക ജീവിതം മാത്രമാണ് താല്പര്യമെങ്കിൽ തീർച്ചയായും നമ്മൾ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. കുവൈറ്റ് സിറ്റി മാർത്തോമ പാരിഷിൽ അച്ഛനായിട്ടിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുണ്ടായിരുന്നവരും അല്ലാത്തവരെയും ഒക്കെ പലരെയും കാണുമ്പോൾ അവർ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും പിടിച്ചു നിൽക്കുന്നത് ദൈവകൃപയുടെ ഒരു അനുഭവത്തിലൂടെയാണ്, ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഈ സ്ഥലവും അങ്ങനെ തന്നെയാണ്. താപ്പോട്ട് വരട്ടെ, 20-21 വാക്യം. ബട്ട് we belong to the heavenly citizenship. ഞങ്ങൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവരും ഭൂമിയിൽ ജീവിക്കുന്നവരും. ആവർത്തിക്കട്ടെ, സന്തോഷം ലഭിക്കാനുള്ള വഴി എന്താണ്? ഞങ്ങൾ സ്വർഗത്തിൽ പൗരത്വം, അല്ലെ? ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ, പക്ഷെ ഭൂമിയിൽ താമസം. Let me repeat. We are heavenly citizens living in the earth. That is called mission. That is called gospel. That is called evangelism. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഈ രാത്രികാലം എനിക്ക് പറയാനുള്ളത്, ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ആലോചന പങ്കുവയ്ക്കാനുള്ളത്, let us live in the heavenly realm and let us have the citizenship in the heaven and let us live in the earth.
അതുകൊണ്ട് സ്വർഗത്തിൽ പൗരത്വവും ഭൂമിയിൽ താമസവും, അതാണ് സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് സന്തോഷം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സന്തോഷിക്കാൻ സാധിച്ചത്. നമ്മുടെ DSMNCയിലെ ആശിഷ് അച്ഛൻ ഈ ദിവസങ്ങളിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. അച്ഛൻ ഇട്ട നോട്ട് ഇങ്ങനെയാണ്: I am COVID positive. I believe in God's purpose, so I am happy. എത്ര വലിയ സാക്ഷ്യമാണ് അച്ഛൻ എഴുതിയേക്കുന്നത്. ആശിഷ് അച്ഛൻ, നമ്മുടെ DSMNCയിലെ ഡയറക്ടർ അച്ഛൻ എഴുതിയേക്കാണ്. I am COVID positive. I believe in God's purpose and I am happy. സാഹചര്യം നല്ലതായോണ്ടല്ല, സാഹചര്യം മോശമായപ്പോൾ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, I believe in God's purpose and I am happy. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അച്ഛൻ ഇത് പറയാൻ സാധിക്കുന്നത്? പൗരത്വം സ്വർഗത്തിലായിട്ട് ഭൂമിയിൽ താമസിക്കുകയാണ്. പൗരത്വം സ്വർഗത്തിലായിക്കൊണ്ട് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് സന്തോഷിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട് ഈ സഭയിലെ യങ് ജനറേഷനെ കാണുമ്പോൾ. എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. എൻ്റെ ജർമ്മനി കോൺഗ്രിഗേഷനിലെ ഒരു ആളെ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് ഞങ്ങൾ പള്ളിയിൽ ഒരു കളക്ഷൻ നടത്തി. ഈ പയ്യൻ വലിയൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് തന്നു. ഇവിടെ വളർന്ന കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും ഒരുപോലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ പയ്യനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇത് പറ്റുന്നത് മോനെ, ഇത്രയും വലിയൊരു സപ്പോർട്ടൊക്കെ ചെയ്യും? അപ്പൊ ആ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വി ആർ നോട്ട് ജർമ്മൻ സിറ്റിസൺസ്, വി ആർ ഹെവൻലി സിറ്റിസൺസ് ലിവിങ് ഇൻ ജർമ്മനി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വി ആർ നോട്ട് ജർമ്മൻ സിറ്റിസൺസ്, വി ആർ ഹെവൻലി സിറ്റിസൺസ് ലിവിങ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ തലമുറയോട്, നമ്മുടെ ഭവനത്തോട് നമുക്കത് പറയാൻ സാധിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തോഷകാലം നമുക്ക് ദൈവം തരട്ടെ. വി ആർ ഹെവൻലി സിറ്റിസൺസ് ലിവിങ് ഇൻ ദി എർത്ത്. വെറും എർത്തിലി ആയിട്ട് മനുഷ്യർ ചിന്തിച്ചു പോകാറുണ്ട്. ക്ഷമിക്കണം, ചില ദുരന്ത അനുഭവങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്, ദൈവമേ ഇങ്ങനെയാണല്ലോ. കല്യാണം കഴിച്ച് വരുന്ന മകളോട് കയറി ചെല്ലുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, അടുത്ത് വന്നിട്ട് വീട്ടുകാർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ബേസിക് സാലറി എത്ര ഉണ്ട്? ഇത്രയൊന്നും നമ്മൾ അതപ്പതിച്ചു പോകരുത്. ക്ഷമിക്കണം കേട്ടോ, ഇത്രയൊന്നും അതപ്പതിച്ചു പോകരുത്. നമുക്ക് സ്വർഗത്തിൽ പൗരത്വം, ഭൂമിയിൽ താമസം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മൂന്നാമതായി കർത്താവിന്റെ തേജസ്സിന് വേണ്ടി, കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നു. നമ്മുടെ കുർബാനയെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, വി റിമെമ്പർ ദി ഡെത്ത്, വി സെലിബ്രേറ്റ് ദി റിസറക്ഷൻ, വി അവൈറ്റ് ദി സെക്കൻഡ് കമ്മിങ്. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഓരോ കുർബാനയിലും നമ്മൾ അനുഭവിക്കുന്നത് ഇതാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തെ നമ്മൾ ഓർക്കുന്നു, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ നമ്മൾ കൊണ്ടാടുന്നു, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി നമ്മൾ നോക്കി പാർക്കുന്നു. സോ വി അവൈറ്റ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അന്നേരമാണ് നമ്മുടെ വാങ്ങിപ്പോയവരെല്ലാം പുനരുദ്ധാനം ചെയ്യും ക്രിസ്തുവിൽ എന്ന വിശ്വാസം നമുക്കുള്ളത്. അന്നേരം മാത്രമാണ് ഈ ഭൂമിയിലെ താമസത്തിൽ പൗരത്വം സ്വർഗത്തിലും ഭൂമിയിൽ താമസവും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രാരംഭ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. എത്ര ആഴമായ പ്രാർത്ഥനയോടെയാണ് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇത് ചിന്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒമാനിൽ താമസിക്കുന്നു എന്നുള്ളതല്ല, സ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഈ ഭൂമിയിലെ ഏത് കഷ്ടതയിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് സന്തോഷത്തിലും നമ്മളെ തൊടാതെ വണ്ണം ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ നേട്ടങ്ങളും, എല്ലാ കോട്ടങ്ങളും ഒരു പുച്ഛത്തോടെ തള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്പർ 1, there is an aversion to the achievements. നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ സന്തോഷം ലഭിക്കും യേശുവിൽ. 2, aspiration for the spiritual. ക്രിസ്തുവിലേക്ക് ചേരാനുള്ള, ആത്മീയതയിലേക്കുള്ള ഒരു ആഗ്രഹം. ഐ ആം നോട്ട് എറ്റ് ഡൺ, ഐ ആം നോട്ട് എറ്റ് മൈ ബെസ്റ്റ് വേർഷൻ. അപ്പോ സന്തോഷം ലഭിക്കും. 3, there is awaiting the glory. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, താമസം ഭൂമി. യേശുക്രിസ്തു രണ്ടാമത് വരും. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവാണ് ഓരോ കുർബാനയുടെയും കേന്ദ്രം. യേശുക്രിസ്തു വന്നു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് കാലത്തിന്റെ മെസ്സേജ്.
He is the Son of God. He is the Savior. He has come. He is here. He will come again. ഈ വിശ്വാസത്തിൽ ഓരോ ദിവസവും നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ വചനം ധ്യാനിപ്പാൻ, നിന്റെ വചനം പഠിക്കുവാൻ, നിന്റെ വചനം മനസ്സിലാക്കുവാൻ, സാഹചര്യങ്ങളുടെ സൃഷ്ടിയാവുകയല്ല, സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നതാണ് സുവിശേഷമെന്ന്, സാഹചര്യങ്ങളുടെ ബന്ധനത്തിലല്ല, സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതാണ് സുവിശേഷമെന്ന്, അതാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന്, ഏത് സമകാലീന സാഹചര്യത്തിലും നിന്റെ സുവിശേഷം ഞങ്ങൾക്ക് ധൈര്യവും, ഞങ്ങൾക്ക് പ്രത്യാശയും, ഞങ്ങൾക്ക് ബലവും, ഞങ്ങൾക്ക് പുതുക്കവും, ഞങ്ങൾക്ക് ആശ്വാസവുമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പല വീടുകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ യങ് ജനറേഷനെ നീ ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ ഫാമിലീസിനെ നീ ബ്ലസ് ചെയ്യണമേ. അനുഗ്രഹീതരായ വൈദികർക്കായി സ്തോത്രം. ഈ നോമ്പുകാലത്ത് നിന്റെ മക്കൾ ഈ സമയം വേർതിരിപ്പാൻ അവരെ ഇടയാക്കിയല്ലോ. കർത്താവെ, നിന്റെ കൃപയിൽ അവരെയും കാക്കണമേ. കർത്താവെ, ഞങ്ങൾ നേട്ടങ്ങളെ അല്ലല്ലോ ആരാധിക്കേണ്ടത്. കർത്താവെ, ഞങ്ങൾ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഞങ്ങൾ നേട്ടങ്ങളിലേക്ക് അല്ലല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളെ കൊണ്ടുപോകുന്നത്. നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് യേശുവിനെ നോക്കുവാൻ, യേശുവിൽ പിടിക്കപ്പെടുവാൻ, യേശു എന്നെ പിടിച്ചിരിക്കുന്ന ഉറപ്പ്, യേശുവിന്റെ കരങ്ങളിൽ ഞാനെന്നുള്ള സന്തോഷം, ആ യേശു ക്രിസ്തുവിൽ ഞാനായിരിക്കുന്നുള്ള ഉറപ്പ് എനിക്ക് തരണമേ. കർത്താവെ, എന്നാൽ ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല, ലഭിച്ചു എന്ന് കഴിഞ്ഞു എന്ന് നിരൂപിക്കുന്നില്ല എന്ന് ഓരോ ദിവസവും താഴ്ത്തി വ്യക്തികളായി, കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. ഭൂമിയിൽ അങ്ങനെ വ്യത്യസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. Yes, we have troubles, we have problems, but we believe in your power. നിന്റെ മഹത്വമുള്ള ശരീരത്താൽ ഞങ്ങളുടെ താഴ്ചയുള്ള, വേദനയുള്ള, സംശയങ്ങളുള്ള, നിരാശയുള്ള, കുശുമ്പുള്ള, അഹന്തയുള്ള ഈ ശരീരത്തെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കുകയും ചെയ്യണമേ. ഏതെങ്കിലും പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണം, അവരെ ബലപ്പെടുത്തണം, അവരെ വാഴ്ത്തണം. കർത്താവിന്റെ പിടുത്തം, കർത്താവിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ പുതുക്കം, യേശുക്രിസ്തുവിന്റെ ബലം, യേശുക്രിസ്തുവിന്റെ തേജസ്, യേശുക്രിസ്തുവിനാൽ മാത്രം ലഭിക്കുന്നതായ രക്ഷയെക്കുറിച്ച് നിന്റെ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.